യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 59 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻസ് പറയുന്നു റൂത്ത് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 15-ാം അധ്യായത്തിൽ നിന്നുമായിട്ട് ഇന്നലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ചെറിയ പേര്. ഉത്തരം രാം എന്നുള്ളതാണ്. രൂത്ത് 4:19 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: അപ്പന്റെ മൂത്ത പുത്രൻ ഭവനത്തിനോടടുത്തപ്പോൾ കേട്ടത് എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം വാദ്യവും നൃത്തഘോഷവും എന്നുള്ളതാണ്. ലൂക്കോസ് 15:26 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം: ഒരു വാക്യത്തിൽ കാണുന്ന 2 സഹോദരിമാർ ആരെല്ലാം എന്നുള്ളതായിരുന്നു. ഉത്തരം റാഹേൽ, ലേയ എന്നുള്ളതാണ്. രൂത്ത് 4:11 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: നവോമി 2 പ്രാവശ്യം ഉച്ചരിച്ച ദൈവത്തിന്റെ മറ്റൊരു പേരെന്ത്? ഈ പേര് യോബിന്റെ പുസ്തകത്തിൽ 30-ലധികം പ്രാവശ്യം കാണുന്നു. എന്താണത് എന്നുള്ളതായിരുന്നു. ഉത്തരം സർവശക്തൻ എന്നുള്ളതാണ്. രൂത്ത് 1:20-21 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: രൂത്തിന്റെ അമ്മായിയമ്മയായ നവോമിയും രൂത്തിന്റെ ഭർത്താവായ ബോവസും രൂത്തിനെ വിളിച്ച പദം എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം മകളെ എന്നുള്ളതാണ് കേട്ടോ. രൂത്ത് 2:2, 8, 22 വാക്യങ്ങൾ, അതുപോലെ 3:1, 10, 11, 16, 18 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻസ് പറയുന്നു: 1 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.